1, 2, 3. I am the best and bold person എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധം വേണം. ലഹരിയിൽ നടക്കുന്ന വ്യക്തികൾക്ക് അത് ബ്ലെസ്സിങ് എന്നോ മരക്കഷ്ണമാണെന്നോ ആർക്കും അറിയാൻ പറ്റത്തില്ല. എവിടെയാണോ നിങ്ങളെ ആവശ്യം അവിടെ പോയി നിങ്ങൾ വോളണ്ടിയർ പ്രവർത്തനം നടത്തണം. നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇമോഷണലി വളരെ പവർഫുള്ളായിട്ട് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് വോളണ്ടിയർ പ്രവർത്തനം ശരിയാവും. ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞേ. ഗുഡ് മോർണിംഗ് അല്ലേ? നിങ്ങൾ എന്തിനാ ശ്വാസം ഇങ്ങനെ അടക്കിയൊന്നും വെച്ചേക്കണ്ട കേട്ടോ. പരിചയപ്പെടുത്തിയോ? എല്ലാവരും ഒന്ന് എണീറ്റേ. നമുക്കൊരു കൂവലായാലോ? നമുക്കൊരു കൂവലായാലോ? കൂവ എത്ര പേർക്ക് കൂവ അറിയാം? ശരി, നമുക്കൊരു കൂവലാകാം. ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ 3 എന്ന് പറയുമ്പോൾ കൂവണം, 1 എന്ന് പറയുമ്പോൾ നിർത്തണം. ഓക്കെ, സ്റ്റാർട്ട്. 1, 2, 3. അതാണ് അനുസരണ ഇല്ലാതെ പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞേ? എപ്പോഴാ നിർത്തുന്നെന്ന് പറഞ്ഞേ? 1 എന്ന് പറയുമ്പോൾ ഒരിക്കൽ കൂടെ 1, 2, 3. 3, 2, 1. യെസ്, ഇപ്പൊ ഉഷാറായില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ ആരാ? ഹൂ ആർ യു? ഒറ്റ വാക്കിൽ പറഞ്ഞേ. ഹൂ ആർ യു? മനുഷ്യർ. നിങ്ങൾ ആരായിട്ടാ ഇവിടെ വന്ന് ഇരിക്കുന്നേ? വോളണ്ടിയേഴ്സ്. യെസ്, യു ആർ റൈറ്റ്. അപ്പൊ ഈ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? മനുഷ്യരാ. പക്ഷേ വളരെ ശക്തിയുള്ള ഒരു കൂട്ടം യുവാക്കളാണ് അല്ലേ? വളരെ ശക്തിയുള്ള ഒരു കൂട്ടം യുവാക്കൾ. അതായത് ഞാനിപ്പോ പറഞ്ഞൊരു 4S, അത് നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ട ഒരു സംഗതിയാണ്. വാട്ട് യു മീൻ ബൈ 4S? എന്താ 4S? സുന്ദരി ഇങ്ങോട്ട് പോയിക്കേ. ഇയാളെ എനിക്ക് ആരെങ്കിലും പറഞ്ഞോ സുന്ദരിയേവാ എന്നാരെയും പറഞ്ഞോ? ഇല്ലല്ലോ, ഇരുന്നോ. ശരി, 4S എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വോളണ്ടിയേഴ്സിന് ആവശ്യമായ 4S എന്ന് പറഞ്ഞാൽ, അതായത് സെൽഫ് റെസ്പെക്റ്റ് ആദ്യം വേണം അല്ലേ? നമ്മൾ സ്വയം റെസ്പെക്റ്റ് ചെയ്യണം. ആരാ? ഞാൻ ആദ്യം ചോദിച്ചു ഹൂ ആർ യു? ഞാനൊരു വോളണ്ടിയറാണ്. ഐ ആം ദ ബെസ്റ്റ് ആൻഡ് ബോൾഡ് പേഴ്സൺ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധം വേണം. അതാണ് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അല്ലേ? ആണ്. അടുത്തെന്തായിരിക്കും? രണ്ടാമത്തെ എസ് എന്തായിരിക്കാം? സെൽഫ് ലവ്. നിങ്ങൾ സ്വയം സ്നേഹിക്കണം. എൻ്റെ അടുത്ത് ഈ ഇടയ്ക്ക് ഒരു കുട്ടി വന്ന് പറഞ്ഞത്, എൻ്റെ ഈ ഒരു കാഴ്ചപ്പാടില്, എൻ്റെ ഈ ആകൃതിയിൽ എനിക്ക് ഒരുമാതിരിയാണ്, ആരോടെങ്കിലും ചെന്ന് സംസാരിക്കാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട എന്ന്. മനസ്സിലായില്ലേ? യെസ് അല്ലേ? അങ്ങനെയില്ലേ? അങ്ങനെ ഇങ്ങാണ്ട് വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. മോന്റെ പേരെന്താ? നിന്റേതാ? വെള്ള ഷർട്ട്. പേരെന്താ? ശരി, ബി കെയർഫുൾ. ഓക്കെ, സെൽഫ് ലവ് വേണം. അടുത്തെന്താ? സെൽഫ് കെയർ വേണം. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയാണ് അല്ലേ?
അല്ല, ഞാനൊരു വോളണ്ടിയേഴ്സ് ആണ്, അർദ്ധരാത്രിക്ക് ഞാൻ 12 മണിക്ക് ഇവിടെ കൂടെ പോയാൽ എന്താ എന്നൊരു കുട്ടി നമ്മളെ ബ്ലസ് വിചാരിക്കുകയാണ്, ഞാൻ അർദ്ധരാത്രി 12 മണിക്ക് ഇവിടെ കൂടെ പോയിട്ട് വോളണ്ടിയേഴ്സിന്റെ ഒരു ജോലി നടത്തുകയാണ്. ഈസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്? ഈസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്? സ്വാതന്ത്ര്യമുണ്ട് മക്കളെ. പക്ഷേ ഈ നാട്ടില് കഞ്ചാവും മദ്യപാനവും ഒക്കെ നടക്കുന്നവർക്കുണ്ടല്ലോ, ലഹരിയിൽ നടക്കുന്ന വ്യക്തികൾക്ക് അത് ബ്ലസ് ചെയ്യുന്നോ മരക്കഷ്ണമാണെന്നോ ആർക്കും അറിയാൻ പറ്റത്തില്ല അല്ലേ? കഞ്ചാവ് അടിച്ചു വരണമെന്ന് വിചാരിക്കും, ഹായ് എന്ന് പറഞ്ഞൊരു പിടി പിടിക്കും, പിന്നെ തോന്നും പീഡനം അതിൽ നിന്ന് തോന്നും. അതുകൊണ്ട് സെൽഫ് കെയർ ആയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ വോളണ്ടിയർ പ്രവർത്തനം നടത്താവൂ അല്ലേ? അതാണ്. അങ്ങനെയാണോ നടത്തുന്നത്? വോളണ്ടിയേഴ്സ് ആണല്ലേ? ഓക്കെ. അപ്പൊ ആ വോളണ്ടിയേഴ്സ് പ്രവർത്തനത്തിൽ മാത്രമേ നമുക്ക് സക്സസ് ആകാൻ പറ്റൂ അല്ലേ? ഇതൊക്കെ കൂടാകുമ്പോൾ അവസാനം നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരും. എന്താ സുഖം വോളണ്ടിയർ പ്രവർത്തനം നടത്തുമ്പോഴത്തേക്കും. ഈ സെൽഫ് കോൺഫിഡൻസ് വേണമെങ്കിൽ നിങ്ങൾ ആരായിരിക്കണമെന്നറിയാവോ? എങ്ങനെയായിരിക്കണം? നിങ്ങളെ മൈൻഡ് ക്ലിയർ ആവണം അല്ലേ? ബിക്കോസ് ഈ 4S ആവുമ്പോഴത്തേക്കും നിങ്ങളുടെ മൈൻഡിൽ റീമൈൻഡ് കൊടുക്കും, എനിക്ക് ഇത്രയും സംഗതിയുണ്ട്, നിങ്ങൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, എൻജോയ് ചെയ്യണം, അതിന് എന്ത് ചെയ്യണം? ബ്രേക്ക് ത്രൂ ഇറ്റ് ആൻഡ് സ്കാറ്റേർഡ് ഇറ്റ്. എവിടെയൊക്കെ സ്കാറ്റർ ചെയ്യണം? എവിടെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണോ, എവിടെയാണോ നിങ്ങളെ ആവശ്യം അവിടെ പോയി നിങ്ങൾ വോളണ്ടിയർ പ്രവർത്തനം നടത്തണം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ആയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരൊറ്റ കാര്യം പറയാം. നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, വളരെ പൊട്ടൻഷ്യൽ ഉള്ള വ്യക്തികളാണ്. ഈ പൊട്ടൻഷ്യല് നിങ്ങൾ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തില് വളരെ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറയാണ് നിങ്ങൾ അല്ലേ? യുവതലമുറയാണല്ലോ. ഡിജിറ്റൽ യുഗത്തില് ഒന്ന് ChatGPT എടുത്ത് ചോദിച്ചാൽ അറിയാം എന്താണെന്ന് അല്ലേ? ഇവിടെ ഇരിക്കുന്ന പലരും കല്യാണം വരെ ചോദിച്ചു വെച്ചിട്ടില്ലേ? ആരായിരിക്കും, എന്തായിരിക്കും, എപ്പോഴായിരിക്കും എന്ന്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു തലമുറയില് നമ്മളൊന്ന് വിരലമർത്തിയാൽ കിട്ടുന്ന ഇൻഫോർമേഷനുള്ള തലമുറയില് ഞാൻ വന്ന് നിങ്ങൾ വിചാരിക്കും, ഇതേത് കിളവി ഇവിടെ വന്ന് സംസാരിക്കുന്നത് എന്ന് വിചാരിക്കരുത് മക്കളെ. പക്ഷെ നിങ്ങൾ ഡിജിറ്റൽ യുഗത്തില് വളരെയധികം മുന്നോട്ടാണെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. വളരെ അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് കുറവാണ് അല്ലേ? ഇന്ന് എത്ര പേര് നിങ്ങൾ വോളണ്ടിയേഴ്സ് ആണ്? ഇന്ന് എത്ര പേര് നിങ്ങളുടെ വീട്ടില് അമ്മ പറഞ്ഞു മക്കളെ ആ പാത്രം ഒന്ന് കഴിക്കേ എന്ന് പറഞ്ഞ് എത്ര പേര് കഴിവാതെ വന്നിട്ടുണ്ട്? മക്കളെ അതൊന്ന് അവിടെ എടുത്ത് വയ്ക്കും മക്കളെ. എനിക്ക് സമയമില്ല, ഇന്ന് എനിക്ക് ക്യാമ്പുള്ളതാ. ഒരു കാര്യം ഓർക്കുക, നമ്മളെ വീട്ടിലൊന്ന് തുടങ്ങണം വോളണ്ടിയർ പ്രവർത്തനം അല്ലേ? അമ്മേ ഞാൻ പോകുന്നു എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന എത്ര യുവാക്കളുണ്ട്, യുവതികളുണ്ട്. നിങ്ങളുടെ അമ്മയെന്ന് വിളിയേക്കാൻ താല്പര്യമായി, നിങ്ങളുടെ അമ്മയെ ഞാൻ പോണു, അച്ഛൻ ഞാൻ പോകുന്നു എന്ന് പറയാൻ കാതോർത്തിരിക്കുന്നതാണ് പാരൻസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇമോഷണലി വളരെ പവർഫുള്ളായിട്ട് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് വോളണ്ടിയർ പ്രവർത്തനം ശരിയാവും. അതാണ് ഞാൻ പറഞ്ഞത് 4S. ആ എസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി, സൈക്കോളജിക്കലി, ഫിസിക്കലി വെൽബീയിങ് ആയിട്ടുള്ള ഒരു യുവാവ് അല്ലെങ്കിൽ യുവതിക്ക് മാത്രമേ വോളണ്ടിയർ പ്രവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ് തോന്നണം.